മോർണിംഗ് ടാസ്കിൽ ഒരു സംഭവം, അതായത് ഈ റീ എൻട്രി ആയ കണ്ടസ്റ്റൻസിനോടാണ് ബിഗ് ബോസ് പറഞ്ഞത്. ലൈക്ക് നിങ്ങൾ അകത്ത് നിന്ന് കളിച്ച സംഭവം പുറത്ത് നിന്ന് ബിഗ് ബോസ് കാണുമ്പോൾ ഉള്ള ഒരു സംഭവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഗബ്രിയാണ് ടാസ്ക് ലെറ്റർ വാങ്ങിച്ചത്. ഗബ്രി എന്നെ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഗബ്രി വന്നതിന് ശേഷം നമ്മൾ ചില ആളുകൾ ഈ ചോറ് തിന്നുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ വിചാരിച്ച പോലെ തന്നെ ജാസ്മിൻ ഗബ്രി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗബ്രി തന്നെ ഒരു അവസ്ഥയാണ്. ആ കൊച്ചു നന്നായിട്ട് മാറി, ആ കൊച്ചിൻ്റെ നെഗറ്റിവിറ്റി ഒക്കെ മാറി. ഇപ്പോൾ ഈ മാറി എന്നുള്ള പുറത്തുള്ള ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ കൊച്ച് അങ്ങനത്തെ ഒരു ഇത് ശരിയായിട്ടില്ലേ എന്നുള്ള രീതിയിൽ ഒരു സംസാരം വരുന്ന രീതിയിലോട്ട് ആയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ ഇങ്ങനെ കണ്ണുനീരുകൾ ടപ്പേന്നിങ്ങനെ ടിയർ ഡ്രോപ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും മറ്റാരും കാണാതെ ജാസ്മിൻ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇത് എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ ലൈക്ക് പെട്ടെന്ന് ആലോചിക്കുന്നില്ല. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ജാസ്മിൻ എന്തിനാണ് കരഞ്ഞതെന്ന് ആലോചിച്ചിരിക്കില്ലല്ലോ എൻ്റെ പരിപാടി. പക്ഷേ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രാക്ഷൻ തോട്ട്സ് ഇല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉള്ളിൽ നീ ഇവിടെ നിൽക്കാൻ, നിന്നെ ഒന്ന് കാണാൻ ഞാൻ എത്ര വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഈ ടാസ്ക് ലെറ്റർ വായിക്കാൻ നീ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയും കാത്തിരുന്ന് ഇയാൾ പോയപ്പോഴും ജാസ്മിൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ടും ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ച് വന്നിട്ട് പിന്നെ ഗബ്രിയുടെ ഈ റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്, ചില ഗെയിംസൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ജാസ്മിനെതിരെ കളിച്ച ചില ഗെയിംസൊന്നും എനിക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പിള്ളേരൊക്കെ സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫൊക്കെ നിന്ന് സ്റ്റേജിലൊക്കെ മോള് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടൊക്കെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ മേ ബി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സന്തോഷമില്ലേ, ഒരു പ്രൗഡ് മൊമെൻ്റ്, അല്ലെങ്കിൽ ആ ഒരു എത്ര നാൾ കാത്തിരുന്നു ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ. അതേപോലെ ആയിരിക്കാം ഒരു പക്ഷേ ഗബ്രി അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ലൈക്ക് ആ ഒരു ഇഷ്ടവും ആ ഒരു മിസ്സിങ്ങും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നെന്ന് അറിയോ ഇങ്ങനത്തെ ഈ ഒരു ഇതിലേക്ക് വരാനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ആളെ നോക്കിയിരുന്നിട്ട് ഉള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കരച്ചിൽ. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞാലേ ജാസ്മിൻ ഫാൻസിനൊക്കെ മനസ്സിലാവുള്ളൂ. അതായിരിക്കാം ഒരു പക്ഷേ. അല്ലാതെ അവിടെ കരയാനായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ആനന്ദ കണ്ണീരായിരിക്കും, നെഞ്ചത്തടിച്ച് കരയേണ്ട കരച്ചിലൊന്നും ആയിരിക്കില്ല. എന്തു തന്നെയാണെങ്കിലും ലൈക്ക് ജാസ്മിൻ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നുണ്ട് ഗബ്രി.